ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് എവിടെയൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് ഞാനിപ്പോൾ സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് കൃത്യമായ ഇൻ്റർവെല്ലിൽ നമ്മൾ വരയ്ക്കുന്ന എലമെൻറ്റോ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകളോ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ റിപ്പീറ്റായി വരണം. അതിന് ചെയ്യുന്നൊരു ക്വിക്ക്ലി മെത്തേഡാണ് സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സാധനം വരച്ച് വെച്ചിട്ടുണ്ട്, ഗ്രേഡിയൻ്റ് ഒക്കെ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് ഞാൻ വെക്ടർ 1 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതെനിക്ക് റൗണ്ടിൽ, അതായത് ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ അത്തം വരയ്ക്കുക അല്ലെങ്കിൽ രംഗോലി വരയ്ക്കുമ്പോഴൊക്കെ കൃത്യമായി ഇങ്ങനെ റൗണ്ടിൽ വരത്തില്ലേ, അപ്പോൾ ആ രീതിയിലാണ് എനിക്കിപ്പോൾ വരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കോപ്പിയാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. കോപ്പി എടുത്ത ശേഷം കൺട്രോൾ-J കൊടുത്തു. അപ്പോൾ ഇവിടെ കോപ്പി എഴുതി വന്നിട്ടുണ്ട്. കൺട്രോൾ-J കൊടുത്ത ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ-T കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ വേറൊന്നും ക്ലിക്ക് ചെയ്യാൻ പോകരുത്. കൺട്രോൾ-T കൊടുക്കുക. കൺട്രോൾ-T കൊടുക്കാൻ നേരം ഈ ഒരു ആങ്കർ പോയിൻ്റ് ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇവിടെ ഈ ടിക്ക് ഓണാക്കി കൊടുക്കുക, എന്നാലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ആങ്കർ പോയിൻറ്റിനെ എന്ത് ചെയ്യുക, ഇതിനെ പിവോട്ട് എന്നൊക്കെ പറയാറുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവെക്കുക, അതായത് ഈ പോയിൻറ്റിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ സൂമിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെൻറ്ററിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്ത് ചെയ്യാൻ, സൂം ഔട്ട് ചെയ്തേക്കാം. അതിനുശേഷം നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് ആ എണ്ണത്തിൻ്റെ അളവ് നമുക്കറിയണം. അപ്പോൾ നമുക്കൊരു സർക്കിളിൻ്റെ അളവ് അറിയാം 360 ആണെന്ന്. അപ്പോൾ എത്ര എണ്ണമാണോ വേണ്ടത് 360 ഡിവൈഡഡ് ബൈ നമുക്ക് എണ്ണം കൊടുക്കുക. എനിക്കിപ്പോൾ 4 എണ്ണമാണ് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ബൈ 4 എണ്ണമാണ് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. കൃത്യമായി കൊടുക്കുക, ടിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് ടീയിൽ ഓരോ വട്ടവും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് വരും. എനിക്ക് ഒന്നുകൂടെ വന്നാൽ മതി, കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ കൃത്യമായ രീതി. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വരത്തില്ല. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, ഇതൊരു രീതിയിൽ ചെയ്യുന്നു. ഇനി അടുത്ത് ഞാൻ വേറൊരു റെക്റ്റാങ്കിൾ വരച്ച് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഇതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, കൃത്യമായ താഴോട്ട് വരണം അല്ലെങ്കിൽ വലത്തോട്ട് പോകണമെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് കൺട്രോൾ-J കൊടുക്കുക, സെക്കൻഡ് സ്റ്റെപ്പ് കൺട്രോൾ-T കൊടുക്കുക. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യാൻ നേരം എനിക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ആങ്കർ പോയിൻറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഇതാണ്ട് എക്സും വൈ എന്നുള്ള രീതി നമുക്കിവിടെ ഡിസ്റ്റൻസ് ഇത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇങ്ങനെ മൂവും ചെയ്യാവുന്നതാണ്. മൂവ് ചെയ്യുന്നതിനോടൊപ്പം ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൃത്യമായ രീതി നമ്മൾ വെച്ച ശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വോൾട്ട് ടി കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ ഡിസ്റ്റൻസ് തന്നെ പോകുന്നതായിരിക്കും. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പം കൊളാഷുകൾ അല്ലെങ്കിൽ ഒരു സർക്കിളിന് ചുറ്റും വരുന്ന ഡിസൈനുകൾ, ഈവൻ ഇപ്പം നമുക്ക് രംഗോലി പോലുള്ള ഡിസൈനുകളൊക്കെ വരത്തില്ല, അതുപോലെ തന്നെ ടെസ്റ്റ് എഫക്റ്റുകൾ, ഷാഡോ എഫക്റ്റുകൾ, അപ്പോൾ അതായത് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ വരുന്ന ഗ്ലിച്ച് രീതിയിലുള്ള എഫക്റ്റുകൾ, അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ബാക്കിലോട്ട് വരുന്നതൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള എല്ലാത്തിനകത്തും ഇത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഈവൻ നമുക്ക് ഓരോ കൃത്യമായ ഡിസ്റ്റൻസിൽ വരുന്ന എല്ലാത്തിനകത്തും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ.